എടി നിനക്കത് വേണ്ടായിരുന്നെങ്കിലേ, അത് കീറി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നെങ്കിലേ ഇതിനേക്കാൾ അന്തസ്സുണ്ടായനെ. മനസ്സിലായ? പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല എനിക്ക്. ഇനി രഘുവിന് ഇനി ഇവളായിട്ടോ ഈ കുഞ്ഞുമായിട്ടോ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവും. നിങ്ങളെ കൺമുന്നിൽ പോലും ഞാൻ ഇനി വരില്ല, വരില്ല, ഒരിക്കലും വരില്ല. രഘുട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. രഘുട്ടൻ കരുതുന്നത് പോലെ ഒന്നും അല്ല സത്യം. ഞാനത് കൊടുത്തത് അങ്കിൾ. മതി, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ഈ ലോകത്തെ തങ്കച്ചി മാഡം, ഈ ലോകത്തെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ സ്നേഹിച്ച അവര് നമ്മുടെ പിന്നീന്ന് കുത്തും. ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത പോലെ നമ്മളെ കൊത്തി വീഴ്ത്തും. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. രഘു ഒന്ന് സമാധാനിക്ക. തങ്കച്ചി മേഡം, ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിക്കണ്ട? എനിക്കെല്ലാം നഷ്ടമായില്ലേ, എന്റെ അമ്പിളിയും കുഞ്ഞും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും എനിക്ക് ഒരു തരി പോലും കുറ്റമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഇവൾ എന്നെ ചതിച്ചപ്പോ മതിയായി എനിക്ക് മതിയായി. അങ്കിള് പോവാ. പോവാ മോളെ. അങ്കിള് ഇനി ഒരിക്കലും മോളെ കാണില്ല, ഒരിക്കലും. അങ്കിള് പോവാണ്. ആമി ചെയ്തത് ശരിക്കും മോശമായിപ്പോയി. ആ ചെക്ക് രഘു തന്നത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാ. എന്നിട്ട് ആ പാവത്തിന് ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. മാഡം വേണ്ട, ഈ കാര്യത്തിൽ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. മാഡം ഈശ്വരൻ, സാർ വെള്ളം. അതാ ഒരു മിനിറ്റേ, വണ്ടി എടുക്കല്ലേ? ഇല്ല, ഇതങ്ങോട്ട് വെച്ചു. ഹലോ ഹലോ. അങ്കിൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്താ കാര്യം ആമി? അങ്കിൾ രഘുവേട്ടനോട് പറഞ്ഞ കാര്യങ്ങള് രഘുവേട്ടനെ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞാലേ ചെയ്തോളൂ. അതിലൊരു തെറ്റുമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലങ്കിൾ, രഘുവേട്ടൻ അത് വലിയ സങ്കടമായിട്ടുണ്ട്. എന്നെ കാണാനൊക്കെ വന്നിരുന്നു. ആമി, നീ രഘുവിനെ അധികം അടുപ്പിക്കണ്ട. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതാ. കണ്ടാലും കേട്ടാലും അറിയാത്തവൻ കൊണ്ട് തന്നെ അറിയണം. എന്നാലും രഘുവേട്ടന്റെ വിഷമം കണ്ടപ്പോ സങ്കടം തോന്നി. എന്നെ മോളെ സഹായിക്കാൻ വേണ്ടിയാ രഘുവേട്ടൻ ഓരോന്നും ചെയ്ത്. ഇന്ന് മാത്രമേ അവൻ ഇതിന്റെ പേരിൽ ദുഃഖിക്കുള്ളൂ. നാളെ മുതൽ ഓക്കെ ആയിരിക്കും. അതുകൊണ്ടേ നീ ടെൻഷൻ ആവണ്ട. രഘുവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഞാനേ ഒരു യാത്രയില്ല. ശരി നോക്കി
ആ വണ്ടി എടുത്തോ. ഞാനൊന്നും കാര്യമാക്കണ്ട. രഘുവേട്ടൻ തനിയെ ശരിയായിക്കോളൂന്നാ അങ്കിള് പറയുന്നത്. അതാ മോള് ശരി. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രഘു വീണ്ടും നിന്റെ പിന്നാലെ വരും.